കരീബിയൻ കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിരവധി രഹസ്യങ്ങളിൽ ഒന്നാണ് ബ്ലാക്ക് ബേർഡിന്റെ പ്രേതത്തെക്കുറിച്ചുള്ള കഥ. 18 നൂറ്റാണ്ടിലെ ഏറ്റവും ഭയങ്കരനായ കടൽക്കൊള്ളക്കാരനായിരുന്നു എഡ്വേർഡ് ടീച്ച് അഥവാ ബ്ലാക്ക് ബേർഡ്. തന്റെ ഭീകരമായ രൂപവും കൊള്ളയടിച്ച സ്വത്തുക്കളും കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭയപ്പെടുത്തിയിരുന്ന ഈ കൊള്ളക്കാരന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കഥകൾ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. ബ്ലാക്ക് ബേർഡ് തന്റെ കപ്പലായ ക്വീൻ ആൻസ് റിവെഞ്ച് ഉപയോഗിച്ച് കരീബിയൻ കടലിൽ അധികാരം സ്ഥാപിച്ചു. ബ്ലാക്ക് ബേർഡ് കൊല്ലപ്പെട്ടതിനു ശേഷവും അദ്ദേഹത്തിന്റെ കഥകൾ ജനപ്രിയമായി തുടർന്നു. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇപ്പോഴും കരീബിയൻ കടലിൽ അലയുന്നു എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. ബ്ലാക്ക് ബേർഡിന്റെ കപ്പൽ കടലിൽ മുങ്ങിപ്പോയെങ്കിലും അത് പലപ്പോഴും കടലിൽ കാണപ്പെടുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട്. ബ്ലാക്ക് ബേർഡിന്റെ ആത്മാവ് തന്റെ ജീവിതത്തിലെന്നപോലെ ഭീകരമായ രൂപത്തിലാണ് കാണപ്പെടുന്നതെന്നാണ് വിശ്വാസം. ബ്ലാക്ക് ബേർഡിന്റെ ആത്മാവ് ഇപ്പോഴും കപ്പലുകളെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബ്ലാക്ക് ബേർഡിന്റെ ആത്മാവിനെക്കുറിച്ചുള്ള കഥകൾ വെറും ഭാവനകളാണെന്നാണ് ശാസ്ത്രീയ വീക്ഷണം. കരീബിയൻ കടലിൽ അനുഭവപ്പെടുന്ന കനത്ത കാറ്റ്, കടലാക്രമണം തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ കപ്പലുകളെ അപകടത്തിലാക്കാറുണ്ട്. കടലിൽ വസിക്കുന്ന വലിയ ജീവികളെ കണ്ടതായി പലപ്പോഴും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇത്തരം സംഭവങ്ങൾ കഥകൾക്ക് ആക്കം കൂട്ടാറുണ്ട്. ബ്ലാക്ക് ബേർഡിന്റെ ആത്മാവിനെക്കുറിച്ചുള്ള കഥകൾ യാഥാർത്ഥ്യമാണോ അതോ ഒരു ഭാവനയാണോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം ഇല്ല. എന്നാൽ ഈ കഥകൾ കടൽക്കൊള്ളക്കാരന്റെ ജീവിതത്തെയും മനുഷ്യരുടെ ഭയത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്നത് വസ്തുതയാണ്. ബ്ലാക്ക് ബേർഡ് ഉപയോഗിച്ചിരുന്ന കപ്പൽ ക്വീൻ ആൻസ് റിവെഞ്ച് കടലിൽ മുങ്ങിപ്പോയെന്നും അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കടലിൽ ഉണ്ടെന്നും വിശ്വാസമുണ്ട്. ഈ കപ്പലിനെ കണ്ടെത്താൻ പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ വിജയിച്ചിട്ടില്ല. ബ്ലാക്ക് ബേർഡിന് മരിക്കുന്നതിനു മുമ്പ് ഒരു ശാപം കിട്ടിയെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് എന്നേക്കുമായി കടലിൽ അലയുമെന്നും വിശ്വാസമുണ്ട്. ബ്ലാക്ക് ബേർഡ് കൊള്ളയടിച്ച സ്വർണവും രത്നങ്ങളും കടലിൽ മറച്ചുവെച്ചിട്ടുണ്ടെന്നും അത് കണ്ടെത്താൻ ശ്രമിക്കുന്നവരെ അദ്ദേഹത്തിന്റെ പ്രേതം ശപിക്കുമെന്നും ചിലർ വിശ്വസിക്കുന്നു. കടലിൽ നടക്കുന്ന അപകടങ്ങൾ, കപ്പലുകൾ അപ്രത്യക്ഷമാകുന്ന സംഭവങ്ങൾ തുടങ്ങിയവയെല്ലാം ബ്ലാക്ക് ബേർഡിന്റെ ആത്മാവുമായി ബന്ധപ്പെടുത്തി പറയപ്പെടുന്നു. കടൽ എന്നത് പണ്ടുകാലത്ത് തന്നെ മനുഷ്യർക്ക് ഭയം ഉളവാക്കുന്ന ഒന്നായിരുന്നു. കടലിൽ നടക്കുന്ന അപകടങ്ങളും അജ്ഞാതമായ കാരണങ്ങളാൽ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്ന സംഭവങ്ങളും ഈ ഭയത്തെ വർദ്ധിപ്പിച്ചു. കടൽ കൊള്ളക്കാരെക്കുറിച്ചുള്ള കഥകൾ പണ്ടുമുതലേ ജനപ്രിയമായിരുന്നു. ബ്ലാക്ക് ബേർഡ് പോലുള്ള ഭീകരരായ കടൽക്കൊള്ളക്കാരുടെ കഥകൾ ആളുകൾക്ക് ഭയവും ആകർഷണവും ഒരുപോലെ ഉണർത്തി. പൈരേറ്റ്സ് ഓഫ് ദി കരീബിയൻ പോലുള്ള സിനിമകളും ബ്ലാക്ക് ബേർഡിനെ കേന്ദ്രമാക്കിയുള്ള നോവലുകളും ഈ കഥകളെ ജനപ്രിയമാക്കി.